നമസ്കാരം അർപ്പി. നമസ്കാരം. നമ്മുടെ മധ്യപൂർവേഷ്യയിലെ ഈ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന വേളയിൽ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒരു പരിധിക്ക് അപ്പുറത്തേക്കെന്ന് തന്നെ പറയാം വിട്ടുപോയൊരു വിഷയം പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ആർപ്പിയുമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ ഒരു ചർച്ച. എന്താണ് ഈ വിഷയത്തിൻ്റെ മൂല കാരണമായിട്ട് ആർപ്പിക്ക് കാണുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ മൂലകാരണം എന്താണെന്നുള്ളത് ഈ വിഷയത്തിലെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവർ പോലും ശ്രദ്ധിക്കുന്നുമില്ല, ചർച്ച ചെയ്യുന്നുമില്ല. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ, പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. എല്ലാ അർത്ഥത്തിലും അവിടെ ജനങ്ങളെ, ഒരു വലിയ വിഭാഗം ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളും അടിച്ചമർത്തലുമാണ് അവിടുത്തെ ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു മനുഷ്യരുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തെ പോലും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, അവിടെ ഫുഡിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, ഫ്യൂവലിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, വൈദ്യുതി കിട്ടുന്നില്ല, അതേപോലെ ആഹാരം കിട്ടുന്നില്ല, അവിടെ ദൈനംദിന ജീവിതം താറുമാറായിരിക്കുന്നു. അപ്പോൾ വലിയ തോതിൽ ജനങ്ങളെ അടിച്ചമർത്തുകയും പലരെ അറസ്റ്റ് ചെയ്തവരെ കാണാതാവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ പട്ടാളത്തെ കയറുവിരി വിട്ടിരിക്കുകയാണ്. ആ വലിയ ഒരു മനുഷ്യാവകാശ ലംഘനം നമ്മൾ കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ മനോജ് ചോദിച്ച ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്, ഇതിൻ്റെ ഒരു മൂലകാരണമുണ്ട്. ഇതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് തികച്ചും വംശീയമാണ്. ഇത് ഇപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലും നമ്മളുടെ ഭാരതത്തിൻ്റെ ജമ്മു കാശ്മീരിലും ഒരേ ജനതയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതായത് അപ്പുറത്തും ഇപ്പുറത്തും അതിർത്തിയാൽ വിഭജിക്കപ്പെട്ടവരാണ്. പക്ഷേ സത്യം അതല്ല. രണ്ടിടത്തെയും അവസരങ്ങളെ, രണ്ടിടത്തെയും സ്ഥിതിഗതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. എന്താണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരി ഇന്ന് നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പഞ്ചാബി വൽക്കരണമാണ് നടക്കുന്നത്. അതാരും പറയുന്നില്ല. എന്തുകൊണ്ടാണ് ആരും പറയാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും പഞ്ചാബി വൽക്കരണം നടക്കുകയാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ. അവിടെ പഞ്ചാബികളെ ഇറക്കുമതി ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ കശ്മീരി ഭാഷ പോലും ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. കശ്മീരി ഭാഷ അവിടെ പഠിപ്പിക്കുന്നില്ല. അവിടെ പകരം പഠിപ്പിക്കുന്നത് പഞ്ചാബിയും മണ്ടാരിനുമാണ്. ചൈനീസ് ഭാഷയായ മണ്ടാരിനാണ് പഠിപ്പിക്കുന്നത്. ഇത് പാക് ഭരണകൂടം മനഃപൂർവ്വം ചെയ്യുന്ന. ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിലും മണ്ടാരിൻ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചൈനീസ് കോളനിയായിട്ട് മാറുകയാണ് ഈ ഏരിയ. അതിനോടൊപ്പം തന്നെ അവിടെ ഈ അധിനിവേശ കശ്മീരി താമസിക്കുന്നവർ മറ്റ് പല ചെറിയ ചെറിയ ഗോത്രങ്ങളുമുണ്ട്. അത് ഈ പഹാഡികളുണ്ട്, ഈ പറയുന്ന പോലെ ഗുജ്ജാർ വിഭാഗങ്ങളുണ്ട്, രജ്പുത്തരുണ്ട്, മുഗൾസ് ഉണ്ട്, ഇങ്ങനെ പല കൊച്ചു കൊച്ചു വിഭാഗങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കശ്മീരീസ് ആയിരിക്കും. പക്ഷേ ഇന്ന് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ ഏതാണ്ട് 50% അതിൽ കൂടുതലോ പഞ്ചാബികളാണ്. പഞ്ചാബികളാണ് പാകിസ്ഥാൻ്റെ മിലിറ്ററിയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളം തന്നെ ഒരു പഞ്ചാബി പട്ടാളമാണ്. അത് ഗിൽഗിറ്റ് ബൾട്ടിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഒക്കെ ഉള്ളവരുടെയും പരാതി ഇത് തന്നെയാണ്. പഞ്ചാബികളാണ് പാകിസ്ഥാനെ ഇങ്ങനെ പിടിച്ചു കൈ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കാർക്കും യാതൊരു വിലയില്ല എന്നാണ് പറയുന്നത്. അത് പാക് ഒക്യുപ്പൈഡ് കശ്മീരിൻ്റെ കാര്യത്തിൽ പൂർണ്ണ സത്യമാണ്. മുഴുവൻ പഞ്ചാബികളാണ്. ഒരു കാര്യത്തിലും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ച് സെക്യൂരിറ്റി റിലേറ്റഡായ തീരുമാനം പ്രാദേശിക ഭരണകൂടം അറിയാറില്ല. മുസാഫറാബാദാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്ന ഇസ്ലാമാബാദിലും അതേപോലെ റാവൽപിണ്ടിയിലും ഒക്കെയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവരുടെ കയ്യിൽ നിന്ന് അവരുടെ നാട് വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം, അതാരും അധികം ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. ഇതിൻ്റെ ഒരു മൂല കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ 1947 പോകേണ്ടി വരും. ഇപ്പം നമ്മുടെ കശ്മീരികൾ, നമ്മുടെ ജമ്മു കശ്മീരിലെ കശ്മീരികൾ, അവർ ഇവിടെ എന്തൊക്കെ ബഹളമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ശരിക്കും രാജ്യത്ത് തീവ്രവാദി ആക്രമണം നടക്കുന്നത് പോലും കശ്മീരി തീവ്രവാദ സംഘടനകളിൽ കൂടാണ് ആണല്ലോ. 1947 ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ, അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോൾ, അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥികൾ, അതിൽ മിക്കവാറും എല്ലാവരും പഞ്ചാബി, വലിയൊരു വിഭാഗം പഞ്ചാബി ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ പഞ്ചാബി സിഖുകാരാണ്.
ഇവരെ ആരെയും തന്നെ നമ്മൾ ജമ്മു കാശ്മീരിൽ കുടിയിരുത്തിയില്ല, കൊണ്ട് താമസിപ്പിച്ചില്ല. അത് കശ്മീരിൻ്റെ പ്രത്യേക സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ചെയ്തില്ല. പക്ഷേ പാകിസ്ഥാൻ നേരെ തിരിച്ചായത്. ഇന്ത്യയിൽ നിന്ന്, യു പിയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും പോയ മൊഹാജിർ എന്ന് വിളിക്കുന്ന ആ ആൾക്കാരെ, പല ആൾക്കാരെയും അവർ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരി തല്ല് അവർ പിന്നീട് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കശ്മീരിയത്തെന്ന് ഇവർ വലിയ കാര്യത്തിൽ പറയുന്ന ഒരു സാധനം ഇപ്പം അധിനിവേശ കശ്മീരിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഭാഷ പോയി, സംസ്കാരം പോയി, ഭൂരിപക്ഷം പോയി, എല്ലാം പോയി. ആ ഒരു തകർച്ചയിൽ നിന്നാണ് ഇന്നത്തെ പ്രക്ഷോഭം ഉടലെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആർ.പി., ഇതിൽ സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ പഞ്ചാബികൾ എന്ന് പറയുമ്പോൾ ഈ പലരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്ന, പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ മനസ്സിൽ വരുന്നത് സർദാർജിമാരാണ്. അപ്പോൾ പാകിസ്ഥാൻ കാശ്മീരിൽ ഉള്ള പഞ്ചാബി ഒരിക്കലുമല്ല. കാരണം അത് ഞാൻ എടുത്തു പറയാത്തത്, ഈ രാജ്യം വിഭജിക്കപ്പെട്ടത് മതത്തിന്റെ പേരിൽ. അതെ. അപ്പോൾ പാകിസ്ഥാൻ ഭാഗത്തുള്ള പഞ്ചാബികൾ എന്ന് പറയുമ്പോൾ അവർ നാച്ചുറലി തന്നെ പാകിസ്ഥാൻ പഞ്ചാബി മുസ്ലിങ്ങളാണ്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ പഞ്ചാബി ഹിന്ദുക്കളോടും പഞ്ചാബി സിഖ് വംശജരോടും വലിയ തോതിൽ ശത്രുത മനസ്സിൽ സൂക്ഷിക്കുന്ന പാകിസ്ഥാനി പഞ്ചാബി മുസ്ലിങ്ങളാണ് ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലെ ഈ കശ്മീരികളുടെ നേരെ ഈ അധിനിവേശ സ്വഭാവം കാണിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അപ്പോൾ ഇനിയൊരു അടുത്തൊരു വശം പരിശോധിച്ചാൽ ഇപ്പോൾ അതിനൊരു മൂലകാരണം ഏതാണ്ട് വളരെ നന്നായി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ചോദ്യം, ഇതിൻ്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് എന്തെങ്കിലും ഒരു തിക്തഫലമോ അല്ലെങ്കിൽ ഗുണഫലമോ ഭാരതത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഉപഭൂഖണ്ഡമായി തന്നെ കണക്കാക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇമ്പാക്ട്? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഇതൊരു നയതന്ത്ര രംഗത്ത് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയും. തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിനെ ചൈന മാത്രമല്ല, അവിടെ നടക്കുന്ന ഈ പ്രക്ഷോഭത്തെ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ വരെ ഇത് വിഷയം ചർച്ചയ്ക്ക് വന്നു, UN ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വർഷങ്ങളായിട്ട് ഈവൻ കാശ് കൊടുത്ത് ലോബി ഉപയോഗിച്ച് തന്നെ അമേരിക്കയിലും മറ്റും ഭാരതം കശ്മീരിൽ, ജമ്മു കശ്മീരിൽ അടിച്ചമർത്തൽ നടത്തുന്നു, മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു, ന്യൂനപക്ഷ വേട്ട നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ന് പാകിസ്ഥാനിൽ ഇതേ കാര്യം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെയാണ് നടക്കുന്നത്. ഞാൻ 1947 ഉദാഹരണം ചൂണ്ടിക്കാട്ടിയത്, ഭാരത സർക്കാർ ഇന്നേ വരെ കശ്മീരിൻ്റെ ഐഡൻറ്റിറ്റിയെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഇല്ലാതാകുന്ന ഒരു നടപടിയും എടുത്തിട്ടില്ല. ആ സംസ്കാരത്തെ അതുപോലെ നിലനിർത്താനാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷേ ചൈന ടിബറ്റി ചെയ്ത അതേ കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് അധിനിവേശ കശ്മീരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളത് ചെയ്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഈ കശ്മീര് മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഈ പ്രചരണത്തിൻ്റെ മുനയൊടിക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും പാകിസ്ഥാൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി, ഇനി പാകിസ്ഥാന് കശ്മീരി ഡാം വലിയ തോതിൽ മനുഷ്യാവകാശ ലംഘനമെന്നും പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ ചെല്ലാൻ പറ്റില്ല. അത് ഓൾറെഡി പറ്റില്ല. കാരണം അത്രയ്ക്ക് വലിയ കാര്യമാണ് അവിടെ നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ വലിയ തോതിൽ പ്രോസ്പെരിറ്റി ഉണ്ട്. രണ്ടാമത്തെ ഭാരതത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ഭാരതത്തിന് ലോകത്തോടെ വിളിച്ചു പറയാൻ പറ്റും, നിങ്ങൾ നോക്കുക ജമ്മു കാശ്മീരിൽ എന്താണ് ഇന്നത്തെ അവസ്ഥ, എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരി ഇത്രയും വലിയ കലാപം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജമ്മു കാശ്മീരിലെ കശ്മീർ താഴ്വരയിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങാത്തത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്ത് ഇറങ്ങാത്തത്? കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി എന്താണെന്നും ഞങ്ങളുടെ സ്ഥിതി എന്താണെന്നും അവർക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ശരിക്കും ഇത് ഇൻ്റർനാഷണൽ ഫോറയുടെ മുമ്പിൽ ആത്യന്തികമായിട്ട് പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള ദശാബ്ദങ്ങളുടെ പ്രചരണത്തിൻ്റെ മുനയൊടിക്കാൻ പറ്റിയ വിഷയമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഏതാണ്ട് കശ്മീർ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയം പാകിസ്ഥാനിൽ അവസാനിച്ചു തന്നെ, അല്ലെങ്കിൽ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. കശ്മീർ അതെ, തീർച്ചയായിട്ടും കശ്മീരിൻ്റെ പേരിലുള്ള പ്രൊപ്പഗൻഡ ഏതാണ്ട് പാകിസ്ഥാന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറിയിരിക്കുക. ഇനി ഒരു അവസാന ചോദ്യം, നമ്മുടെ പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിൻ്റെ ഭൂമിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നമ്മൾ അസന്നിഗ്ധമായി തന്നെ നമ്മുടെ പാർലമെന്റിൽ വരെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ എന്തായാലും
പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തോട് ചേർന്നേ മതിയാകുകയുള്ളൂ. അതെ. അങ്ങനെ ചേരുന്ന ഒരു അവസരം വന്നാൽ, അതായത് സമീപ ഭാവിയിൽ ഭാരതം അതിനെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അനന്തര ഫലം? കാരണം അവിടുത്തെ ഒരു ജനസംഖ്യയെ കൂടിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്, ജനവിഭാഗം തന്നെയാണ് അതിന്റെ പ്രശ്നവും അതാണ്, അതിന്റെ സാധ്യതകളും അതാണ്. കാരണം സാധ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധ്യത മീൻസ് അതിന്റെ പോസിബിലിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. ആ നേട്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ വ്യാപാരത്തെ സംബന്ധിച്ചാണ്. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ ഇപ്പോഴും പറയുന്നത് പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതാണ്, ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതാണ്, നമ്മുടെയാണത്. അപ്പോൾ ആ ഭാഗം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ട് നമുക്ക് അതിർത്തി ലഭിക്കുകയാണ്. അത് അഫ്ഗാനിസ്ഥാൻ വഴി യഥാർത്ഥത്തിൽ മധ്യേഷ്യയിലേക്ക് നമുക്ക് നേരിട്ട് അതിർത്തി ലഭിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ വ്യാപാര ബന്ധങ്ങളെ, നമ്മളുടെ വ്യാപാരത്തെ അഭിവൃദ്ധിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഈ മേഖലയിലെ ചൈനയുടെ ഇടപെടലിനെ തടയാനും നമുക്കതുകൊണ്ട് സാധിക്കും. അത് ഒരു 100% ഉറപ്പുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കശ്മീരിലെ ഭീകര ആക്രമണങ്ങൾ അവസാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന ഭീകര സംഘടനകളെല്ലാം ISI സ്പോൺസേർഡ് ആയിട്ടുള്ള ഭീകര സംഘടനകൾക്കെല്ലാം ക്യാമ്പുകളുള്ളത് ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. അവിടെ നിന്നാണ് നിയന്ത്രണ രേഖ കടന്ന് ഇവർ ഭാരതത്തിലെത്തി ഇത്രയും വലിയ ആക്രമണങ്ങളൊക്കെ വർഷങ്ങളായിട്ട് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ മേഖല നമ്മളുടെ കയ്യിലോട്ട് വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ കശ്മീരിലെ ഭീകരവാദത്തിന് ഒരു അന്ത്യം കണ്ടെത്താൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കും. ഈ രണ്ട് പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് നമുക്കുണ്ട്. അത് കൂടാതെ ഭാരതത്തെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു. നമ്മളുടെ സ്ഥലം മറ്റൊരാൾ ഒക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നു, ആ സ്ഥലത്തെ നമ്മൾ തിരിച്ചു പിടിക്കുന്നു, മോഡേൺ ഇന്ത്യയുടെ മാപ്പ് പൂർണ്ണമാകുന്നു എന്നുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, സാംസ്കാരികമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അതിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ ദോഷവശം ഞാൻ പറയാം. അത് താങ്കൾ ചോദിച്ചത് തന്നെയാണ്. അവിടുത്തെ ഒരു ജനവിഭാഗം നമുക്കറിയില്ല അവര് ഏതൊക്കെ ടൈപ്പ് ആൾക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പൂർണ്ണമായിട്ട് പാകിസ്ഥാൻ ആർമിക്ക് വിധേയരായി നിൽക്കുന്ന പഞ്ചാബികളാണ് ഇപ്പോൾ അവിടെ ഭൂരിപക്ഷം ഉള്ളത്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ സാധാരണക്കാരായ കശ്മീരികൾ പട്ടിണി കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും പണക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ പഞ്ചാബി ആൾക്കാരാണ്, പഞ്ചാബി വംശജരാണ്. വലിയ മിലിറ്ററി കോൺട്രാക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ലോക്കൽ കശ്മീരിക്കല്ല കിട്ടുന്നത്, ഈ പഞ്ചാബികൾക്കാണ്. ഇവരവിടെ വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും പാകിസ്ഥാനോട് വലിയ ചായ്വ് കാണിക്കുന്നവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ചെറിയ വംശീയ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പൂർണ്ണമായിട്ടും പാകിസ്ഥാനോടാണ് സപ്പോർട്ട് മാനസികമായിട്ടുള്ളത്. കശ്മീരികൾക്കാണ് ഞങ്ങളുടെ നാട് നഷ്ടപ്പെടുന്നു എന്നുള്ള ആധിയിൽ നിന്ന് ഈ എതിർപ്പൊക്കെയുള്ള. അവർ പറയുന്നുണ്ട് ഞങ്ങളിത് ഹിന്ദുസ്ഥാനുമായിട്ട് ചേരുമെന്നൊക്കെ ഇപ്പോൾ അവർ പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യമോ? അതായത് നമ്മളുടെ ഇന്നത്തെ അവസ്ഥയിൽ പൂർണ്ണമായി ഭാരതവിരുദ്ധ മനോഭാവമുള്ള ഒരു വലിയ വിഭാഗം ജനതയെ കൂടെ നമ്മൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല നമുക്ക്. പിന്നെ മൂന്നാമത്തേത്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല. അഴിമതിയും മറ്റു കാര്യങ്ങളിലൂടെ ഒരു ഡെവലപ്മെൻ്റ് ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് ഫിനാൻഷ്യൽ ബേർഡനാണ് നമുക്ക് ഈ പറയുന്ന ഇത്രയും വലിയ പ്രദേശം ഏറ്റെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നമ്മൾ പോക്ക് ഏറ്റെടുക്കുന്നില്ല, ഇപ്പം നമ്മൾ തിരിച്ചു പിടിക്കുമെന്നൊക്കെ പലരും പറയുന്നെങ്കിലും നമ്മളുടെ സർക്കാർ ഇതിങ്ങനെ ആലോചിക്കുകയോ അല്ലെങ്കിൽ ഇത് കൺസിഡർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, രണ്ട് മേഖലയിലുള്ള ഗുണവും ദോഷവും അവർ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു വിശകലനം ചെയ്തിട്ടൊരു തീരുമാനത്തിൽ എത്തുന്ന സമയം മാത്രമേ ഉള്ളൂ കാശ്മീർ ഭാരതത്തിലേക്ക് ചേരുവാനായി. ഇതൊരു വലിയ യുദ്ധമൊന്നുമില്ലാതെ ഭാരതത്തിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. കാരണം അവിടുത്തെ കശ്മീരികളെങ്കിലും പൂർണ്ണമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലും അവർ വേണമെങ്കിൽ തെരുവിലിറങ്ങാനും അതിന് തയ്യാറാണ്. അങ്ങനെ ഒരവസ്ഥയാണ്. പക്ഷേ ഇത് നമുക്ക് നയതന്ത്ര മേഖലയിൽ നമുക്കിതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്റ്റാൻഡായിരുന്നു കറക്റ്റ് എന്നുള്ളത് നമുക്കിത് എന്തായാലും ലോകത്തോടെ വിളിച്ചു പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ്. തീർച്ചയായിട്ടും. എന്തായാലും ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വികസിക്കുന്നതിനനുസരിച്ച് ചർച്ചകളും വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ആർപി, വളരെ നന്ദി. നമസ്കാരം.